കാഴ്ച എൻ്റെ കുറേ കൂട്ടുകാരുടെ സംശയം ചേട്ടാ എന്നാണ് ശമ്പളവും ആണുങ്ങളോട് ശമ്പളവും പെണ്ണുങ്ങളോട് പ്രായവും ചോദിക്കരുതെന്ന് പറയും. എന്നാലും എൻ്റെ കൂട്ടുകാരോട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇവിടെ മണിക്കൂറിനനുസരിച്ചാണ് ശമ്പളം കിട്ടുന്നത്. നമ്മൾ എത്ര മണിക്കൂർ പണിയെടുക്കുന്നു അത്രയും മണിക്കൂറിൻ്റെ പൈസ നമുക്ക് തരും. ശരാശരി മിക്ക കമ്പനികളും 8 മണിക്കൂർ തരുന്നവരുണ്ട്, 10 മണിക്കൂർ ഡ്യൂട്ടി തരുന്നത്, 12 മണിക്കൂർ ഡ്യൂട്ടി തരുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാം. പിന്നെ പോണ്ടിലെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 22 സ്ലോട്ടിയാണ്. അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട്. ജനറൽ വർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സാലറി അല്ല, എൻ്റെ സാലറി അതിലൊക്കെ ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ജനറൽ വർക്കിന് വന്നാൽ നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു 90 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ അയക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. പിന്നെ ഒരു 20,000 രൂപ 30,000 രൂപയ്ക്കുള്ളൊന്നും ഇവിടെ ചിലവ് ആകത്തില്ല. അപ്പോൾ ഒരു ജനറൽ വർക്കിന് കയറി വരുന്നവർക്ക് ഒരു 90 രൂപയെങ്കിലും മിച്ചം ഉറപ്പായിട്ടും പിടിക്കാൻ പറ്റും. 100% ഉറപ്പായിട്ടും പിടിക്കും. പിന്നെ നിങ്ങളിപ്പോൾ നോക്കേണ്ടത് ശമ്പളമൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഒരു വിസ അടിച്ച് കയറി വരിക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ടത്. കാരണം മിക്ക കൺട്രികളും വിസ അടിക്കുന്നതിൽ, അതായത് VFS ഡേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്പനികളിൽ ചില കമ്പനികൾ 15-ാം തീയതി അഡ്വാൻസ് തരും, ചില കമ്പനികൾ മാസം 30-ാം തീയതി ശമ്പളം ഫുള്ള് തരുന്നവരുണ്ട്. ചില കമ്പനികൾ ഫുൾ സാലറി മാസാവസാനം മാത്രമേ തരുള്ളൂ. ചില കമ്പനികൾ, നമ്മുടെ കമ്പനികളൊക്കെ 15-ാം തീയതി അഡ്വാൻസും മാസാവസാനം ഫുൾ സാലറിയും തരും. അത് 1 രൂപ ഇല്ലാതെ, ഒരു പൈസ പോലും ഇല്ലാതെ. ഇവിടെ പൈസ വരെയുണ്ട്. നമ്മുടെ നാട്ടിലാണ് 1 രൂപ തൊട്ടുള്ളത്. ഇവിടെ പൈസ പോലും ഉണ്ട്. പൈസ പോലും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ശമ്പളം തരും.